അല്ല, പയ്യന്നൂര് രക്തസാക്ഷി ഫണ്ട് മുക്കി എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല, പ്രതിപക്ഷമല്ല. SFIയിലൂടെ DYFIയിലൂടെ വളർന്നു വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി, അത് കഴിഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി സംശുദ്ധമായ ഒരു രാഷ്ട്രീയ സംസ്കാരമുള്ള വി കുഞ്ഞികൃഷ്ണനാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ഇത് ആരോപണമല്ല, ഇതിന് അടിസ്ഥാനമുണ്ട്, തെളിവുകളുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വേദികളിൽ അറിയിച്ചപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച അദ്ദേഹത്തെ നിശബ്ദനാക്കാനാണ് പാർട്ടി ശ്രമിച്ചത്. അതുകൊണ്ട് അവസാനം അദ്ദേഹത്തിന് ഇത് പുറത്ത് പറയേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പറയാമല്ലോ, ഇപ്പോൾ അവിടെ അവരുടെ സഹകരണ സ്ഥാപനത്തിന് വേണ്ടി 8 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വസ്തു 18 or 20 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റു. അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. രണ്ടാമത് പാർട്ടിയുടെ ഓഫീസ് കെട്ടാൻ പണം പിരിച്ചു, അതിൽ തട്ടിപ്പ് നടന്നു, വ്യാജ രസീതുണ്ട്. അതിൽ ഇവിടെ ഏറ്റപ്പേരുള്ള RSSകാർ കൊല ചെയ്ത രക്തസാക്ഷിയായ ധനരാജിൻ്റെ ഫണ്ടിൽ നിന്ന് പണം മുക്കി. ആരാ മുക്കിയത്? MLA മുക്കിയത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, പാർട്ടിയുടെ കെട്ടിടം പണിയാനായാലും രക്തസാക്ഷികൾക്കായാലും മാർക്സിസ്റ്റുകാർ മാത്രമല്ല സംഭാവന കൊടുക്കുന്നത്, കോൺഗ്രസ്സുകാരും കൊടുക്കും, UDF കൊടുക്കും, BJPക്കാർ കൊടുക്കും. രക്തസാക്ഷികൾക്ക് മന്ദിരം പണിയാൻ രക്തസാക്ഷി ഫണ്ട് ഒരു പാർട്ടി പിരിക്കുമ്പോൾ ജനങ്ങളാണ് ഫണ്ട് കൊടുക്കുന്നത്. ആ ജനങ്ങൾ കൊടുക്കുന്ന ഫണ്ടിനെ കുറിച്ച് ഒരു വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ബാധ്യസ്ഥരാണ്. ഇവിടെ വ്യാജ രസീത് അടിച്ചു, പ്രസ്സിൽ പോയി അതെല്ലാം പിടിച്ചു. ഇപ്പോൾ കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിച്ചിട്ട് കാര്യമില്ലോ. അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായ ഒരാരോപണമാണ്. പിന്നെ ഈ ആരോപണം കേവലം ഒരു പയ്യന്നൂർ മാത്രമല്ല, ഇത് നമുക്കറിയാമല്ലോ, തൃശ്ശൂർ ജില്ലയിലെ കരിവള്ളൂർ ബാങ്കിൽ ഗുരുതരമായ ആരോപണം ഉണ്ടായി. ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കട്ടു 90 ദിവസം കഴിഞ്ഞു. 5 പ്രാവശ്യം ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് കൊടുത്തു, ജാമ്യത്തിന് കൊടുത്തു, എന്നിട്ടൊന്നും ജാമ്യം കിട്ടില്ല. ഇപ്പോഴാ നമ്മുടെ മുരാരി ബാബു ഇറങ്ങി, ഇനിയിപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങും ആരാ, പോറ്റി ഇറങ്ങാൻ പോവുക. അപ്പം ഇവർ ശബരിമല അയ്യപ്പൻ്റെ സ്വത്ത് കട്ടവരെ സംരക്ഷിക്കുന്നവർ, പിന്നെ രക്തസാക്ഷിയുടെ ഫണ്ട് കട്ടവനെ സംരക്ഷിക്കുന്നതിൽ വലിയ അതിശയമൊന്നും ഞാൻ കാണുന്നില്ല. മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായ ജാമ്യം 90 ദിവസം കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ മുരാരി ബാബുവിന് കിട്ടി, ഇനി പോറ്റിക്ക് കിട്ടും, അത് കഴിയുമ്പോൾ നമ്മുടെ പഴയ MLAക്ക് കിട്ടും, പഴയ പഞ്ചായത്ത് ബസ്സിന് കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഇലക്ഷന് മുമ്പ് കോൺഗ്രസിനെതിരെ പ്രത്യാരോപണം ഉന്നയിച്ച് ഒരാളെയെങ്കിലും അകത്താക്കാൻ ശ്രമിക്കുക. പക്ഷേ കേസ് അന്വേഷിക്കുന്ന SIT ആണ്. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചാൽ ചോദ്യം ചെയ്യുമല്ലോ. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെന്ന് SIT തീരുമാനിച്ചാൽ ചോദ്യം ചെയ്യുമല്ലോ. അതുപോലെ തന്നെ അജീത് തറയിനെ ചോദ്യം ചെയ്യണമെന്ന് SIT തീരുമാനിച്ചാൽ ചോദ്യം ചെയ്യുമല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി അല്ലല്ലോ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കേണ്ടത്, SIT ആണ്. SIT തീരുമാനിക്കണമെങ്കിൽ കോടതി പറയണം. കാര്യം കോടതിയുടെ മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ ഇടതുമുന്നണി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 111 സീറ്റിന് മേൽ UDF ഈ ശബരിമല വിഷയത്തിൽ ജയിക്കുമെന്ന് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു ഹീനമായ ശ്രമമാണ് നടക്കുന്നത്. അത് വിജയിക്കാൻ പോകുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.